നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം 5-ലും പിന്നീട് 6-ലും, ശനി ലഗ്നത്തിലും പിന്നെ 2-ലും, രാഹു 12-ലും പിന്നെ 11-ലും ഗോചരം ചെയ്യുന്നതിനാൽ കുറേയേറെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലമാണ്. സ്ഥാനചലനം ഉണ്ടാവാം. ഉള്ള ജോലി വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പ്രവേശിക്കുകയോ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന നന്നായിരിക്കും. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവർ രോഗകാര്യത്തിലൊക്കെ നല്ല ചികിത്സകളൊക്കെ നേടുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങളുടെ പ്രഷർ, ഷുഗർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ട് ഷുഗർ സംബന്ധമായ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനായിട്ട് യോഗം കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിലും നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. നന്നായിരിക്കും. കൊടുക്കൽ വാങ്ങലുകളൊക്കെ ശ്രദ്ധാപൂർവം വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഭാര്യയുടെ ആരോഗ്യ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധാലാവുന്ന നന്നായിരിക്കും. ഭാര്യയ്ക്ക് ആശുപത്രി വാസവുമൊക്കെ വന്നു ചേരാൻ യോഗം കാണുന്നു. ധാരാളം ധനച്ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ്. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നാട്ടിൽ വന്നു പോകാനോ അതുപോലെ തന്നെ പുതിയ തൊഴിലിൽ പ്രവേശിക്കാനോ ഒക്കെയുള്ള അവസരം കാണുന്നുണ്ട്. ശത്രുശല്യം മൂലം മനസ്സിന് വല്ലാതെ വിഷമതകൾ വന്നു ചേരാം. ബന്ധുക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖം പൂർണ്ണമായിട്ടുള്ള മനസ്സ് അസ്വസ്ഥമാകുന്നതാണ്. യാത്രാക്ലേശം, ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് യാത്രാക്ലേശം വന്നു ഭവിക്കുന്നുണ്ട്. യാത്രാ ചിലവുകളാണെങ്കിൽ അധികരിക്കുകയുണ്ട്. വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ വാങ്ങേണ്ടതും വസ്ത്രാഭരണ ലാഭവും ഒക്കെ വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ്. വാദസംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർക്ക് നല്ല രീതിയിലുള്ള ആയുർവേദ ചികിത്സകളൊക്കെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വർഷാവസാനത്തോടു കൂടി രോഗാരിഷ്ടതകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരാം. വ്യവഹാരം അതുപോലെ കോടതിയോ കേസോ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളൊക്കെ ഉള്ളവർക്ക് പരാജയ ഭീതിയും കാര്യതടസ്സവും ഒക്കെ വന്നു ചേരുന്നുണ്ട്. കർമ്മരംഗത്ത് അലച്ചിലുകളും ബിസിനസ്സിലെ സാമ്പത്തിക പരാധീനതകളും ഒക്കെ വന്നുപെടാം. പരീക്ഷാദികളിലൊക്കെ വിജയം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മ സിദ്ധി ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമാകുകയും ചുറ്റുപാടുകളൊക്കെ അതിന് അനുകൂലമാവുകയും അതിൽ കുറച്ച് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സഹായങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വന്നു ചേരും. ബന്ധുമിത്രാദികളൊക്കെ വന്നു ചേരുന്നതാണ്. വർഷമധ്യത്തോടുകൂടി മനസ്സുഖം, ധനയോഗം, വാസ്തു, വാഹന ലാഭം ഇവയൊക്കെ വന്നു ചേരുന്ന പ്രതീക്ഷിക്കാം. യുവാക്കളുടെ വിവാഹത്തിൽ തടസ്സമൊക്കെ മാറി നല്ല ഒരു വിവാഹബന്ധം അനുയോജ്യമായി വരുന്നതാണ്. പരിഹാരാർത്ഥമായിട്ട് ശാസ്താവിന് വഴിപാട്, ശബരിമല ക്ഷേത്ര ദർശനം, മഹാദേവന് നെയ്വിളക്ക്, പക്കപ്പിറന്നാളുകളിൽ കൂവളമാല അർച്ചന, ധാര, ക്ഷീരധാര ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുന്നതും, ഹനുമാന് നിങ്ങൾ വെറ്റിലമാല അർച്ചന നടത്തുന്നതും, ഹനുമാൻ ചാലീസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പാരായണം ചെയ്യുന്നതും, വിഷ്ണു സഹസ്രനാമം ജപം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള നിങ്ങളുടെ ദോഷപരിഹാരത്തിന് നല്ലതാണ്.